ഹായ് ഗൈസ്, കുറേ കാലത്തെ ആഗ്രഹമാണ്. ഞാനിപ്പോൾ ബോച്ചയുടെ ടോഡി ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ശേഷം കാഴ്ചയിലേക്ക്. ഇതൊക്കെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതിലേക്ക് കൂടി ഞങ്ങൾ കയറണം. ചെറിയൊരു തോടുണ്ട്. തോടെന്നും പറയാം, കരിങ്ങെന്നും പറയാം. അതിൻ്റെ മുകളിൽ കൂടി ടൂ വീലർ മാത്രമേ കയറ്റി വിടുള്ളൂ. നേരെ അങ്ങോട്ട് കയറാം. സൈഡിൽ കുറേ നീരാളിയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എൻട്രൻസ് ഇല്ല, നോ എൻട്രി. എന്താ അതിൽ രാത്രി വന്ന ഒരു കളർഫുൾ അറ്റ്മോസ്ഫിയറിലാണ് പുറത്ത് തന്നെ കാണുന്നത്. അപ്പോൾ അകത്ത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അകത്തോട്ടല്ലേ പോണത്. ഇങ്ങനെ ബോച്ചയുടെ ടോഡി ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി. ബോച്ചെ ടോഡി പാപ്പ് അടിപൊളി. DJ ആണ്. ദും ദും ദും. അമ്മോ, ഇതൊക്കെ ഡേ ടൈമിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നൈറ്റിലില്ലാന്ന് തോന്നുന്നുണ്ട്. എന്താ ബോച്ചയാണ്, ഫുള്ള് ബോച്ചെ. എന്താ നോക്ക്. ഹായ് ബോച്ചെ. അടുത്തത് ബോച്ചെ തെങ്ങുമ്മ കയറാൻ നിൽക്കണം. ആണോ? ഇതൊക്കെ ഡേ ടൈമിൽ വന്നാലേ കാര്യമുള്ളൂ. ആണ്ടാ ഫുള്ള് സായിപ്പുമാരും ഒക്കെ ഉണ്ട്. അല്ല കിടുക്കാച്ചി ലുക്കാണ്ട. ബോച്ചെ തെങ്ങി കയറാൻ നിൽക്കണം. വാവ്. ഇവിടെയൊക്കെ നമുക്ക് ലൈവായിട്ട് മീനെ പിടിച്ചെടുത്ത് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ ഹട്ടുകളുണ്ട്, ഫാമിലി ക്യാബിൻസ്, അങ്ങനെ കുറേ ഉണ്ട്. ഒരു 6-7 ഉണ്ട് ഈ സൈഡ്. പിന്നെ നമ്പറിട്ട് വെച്ചേക്കാണ്. അതേപോലെ തന്നെ ഇപ്പുറ സൈഡിൽ ഓപ്പൺ നമുക്ക് റെസ്റ്റോറൻറ്റ് പോലെ അതുകൊണ്ട് കേട്ടോ. ഫാമിലി ക്യാബിൻസ് നമുക്ക് രാവിലെ മുതൽ ഈവനിങ്ങിൽ 6 o'clock വരെയാണ്. അത് കൂടുതലും ബുക്കിംഗ് ആണ് വരുന്നത് കേട്ടോ. പിന്നുള്ളതൊക്കെ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്, റിസപ്ഷൻ ആണ്. വലിയ ഏരിയ ഉണ്ട്. അവിടെയൊക്കെ ഓരോരോ വെറൈറ്റി കിച്ചൺസ് ഉണ്ട്. ഇതിനിടയിൽ തന്നെ കളിക്കാനുള്ള ഓപ്ഷൻസും കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി നേരെ ഫുഡ് അടിയിലോട്ട് കയറാൻ പോവാണ്. ബാക്കി പിന്നെ ഒരു കാര്യം കൂടി, ഇതിലൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിലിരുന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള ഫുഡ് അടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. എന്തായാലും നൈറ്റിൽ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഡേ ടൈമിനെക്കാളും. പക്ഷേ ഡേ ടൈമിൽ വന്നാൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നൈറ്റിൽ കിട്ടില്ല. നൈറ്റിൽ വന്നത് കിട്ടുന്ന കാര്യങ്ങൾ ഡേ ടൈമിലും കിട്ടില്ല. അങ്ങനെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. അപ്പം എൻജോയ് ചെയ്യട്ടെ ഞങ്ങൾ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.